നമ്മളുടെ മനസ്സിൽ ഫുള്ളും ഫാമിലി, വീട്, കുട്ടി അങ്ങനെ തന്നെ വരുള്ളൂ. എത്ര ക്ലാസ് കണ്ടാലും ആദ്യം ഇതാണ് കയറി വരിക. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി കിട്ടണം, അവർ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ട്രെയിനിങ് പീരീഡിൽ കയറിയപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ബുദ്ധിമുട്ടാണ്ട് എന്തായാലും ഒന്നും നേടാൻ പറ്റില്ല, ബുദ്ധിമുട്ടില്ല. എന്താ പറയുക, ഇപ്പോൾ ഞാൻ പാതി എൻട്രി പാതി എന്ന് പറഞ്ഞ മാതിരി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കോഴ്സ് എടുത്ത് ടീച്ചറായി. ആഗ്രഹം അത് തീവ്രമാണെങ്കിൽ എന്തും നേടാൻ പറ്റും. എൻട്രി മോണ്ടിസോറി അക്കാഡമിയുടെ പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് ഒട്ടും ആമുഖങ്ങൾ പോലും തരേണ്ടാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ സ്വന്തം പ്രിയങ്കരി സുമി ടീച്ചറും അതേപോലെ തന്നെ അനുഷ മിസ്സുമാണ്. രണ്ടുപേരെയും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സുമി ടീച്ചറോടാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഏകദേശം ഒരു 30 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട ഒരു മുഖവും ശബ്ദവും ഒക്കെയാണ്. എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ അടുത്ത് വന്ന്? എന്താണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്? കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നീ തന്നെയാണോ അത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ കുറേ പേര് ഫേസ് കണ്ടിട്ട് തിരിച്ചറിയാത്തവർ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും കടകളിൽ പോകുമ്പോഴാണ് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ രീതിക്ക് വരെ നമുക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, വന്ന് സംസാരിച്ചു തുടങ്ങി. എന്ത് തോന്നുന്നു? സന്തോഷം, അതിലേറെ അഭിമാനം. ഇങ്ങനൊരു അച്ചീവ്മെൻറ്റിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മക്കൾ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്താണ് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇൻപുട്ട് എന്താണ്? ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മക്കൾ തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടായതുകൊണ്ടും ഇപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്ന റെസ്പോൺസ് വളരെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പാരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാനൊന്ന് പുറകിലേക്ക് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്കൂളിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സാന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല. പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകൾ വരെ എന്നോട് ചോദിക്കും എന്താണ്, ഇതെങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്, അതായത് എനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. എൻ്റെ ബുക്സ് നോക്കിയിട്ടുണ്ട് വന്നിട്ട് കുറേ പേര്. എന്താണ് പഠിച്ചത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. പേടിയോടെയാണോ അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ടാണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിനേക്കാളും ഇപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഇതിനെപ്പറ്റി വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ പഠിച്ചത് ആർക്കും അറിയില്ലായിരുന്നു. ആരും അറിയാതെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മക്കളും പിന്നെ എൻ്റെ മിസ്സും ആണ് എൻ്റെ പഠിപ്പ് ഇങ്ങനെ കൊണ്ടുപോയത്. അത് പഠിച്ച് എക്സാം കഴിഞ്ഞ് ഈ വീഡിയോ ഇറങ്ങിയ സമയത്താണ് ഞാനിത് പഠിച്ചിരുന്നുവെന്നും എല്ലാ കാര്യങ്ങളും. ഇപ്പം ജോലിക്ക് ട്രെയിനിങ് പീരീഡിൽ കയറിയപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ കണ്ട് നമ്മളെ ജോബിന് അവർ എടുക്കുമ്പോഴും ഇത്ര ഒരു വലിയൊരു ഇതായിരിക്കും എന്ന് അവിടുത്തെ പ്രിൻസിപ്പാളും വിചാരിച്ചിരുന്നില്ല. പിന്നെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ അവർക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു പിന്നെ ക്ലാസ് എടുക്കുന്ന അമ്മമാർക്ക്, എൻ്റെ മക്കളുടെ അമ്മമാർക്ക് വളരെയധികം ഹാപ്പിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേൾക്കുമ്പോൾ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ സുഖമാണ്. ആ വിളി ഒരു പ്രത്യേകത തന്നെയാണല്ലേ? ആ വിളിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അനുഷ മിസ്സിനെ വിളിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ 10 ഇരട്ടി എനിക്ക് ഇങ്ങോട്ട് എൻ്റെ മക്കളെ വിളിക്കുമ്പോൾ തോന്നുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ മരിച്ചു പോയാലും വേറൊരാൾ നമ്മളെ അറിയുക ടീച്ചർ എന്ന് പറഞ്ഞിട്ടല്ലേ, അത് വലിയ സന്തോഷമാണ്. ഈ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഈ ഓരോ ചാനലുകളിൽ, നമ്മുടെ ചാനലിൽ വന്നേക്കൊക്കെ 1-2 എണ്ണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ താഴെ വന്നിരുന്ന കമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. മെയിനായിട്ട് വന്നിരുന്ന കമൻസ് ഞാൻ പറയാം. അതായത് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരും ഇതേപോലെ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയിട്ടില്ല സംസാരിക്കാനായിട്ട്. അപ്പോൾ ഈ ആൾക്കാർ വന്നിട്ട് ഞങ്ങളും ഇങ്ങനെ തന്നെയാണ്, ഒന്നും ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഇതേപോലെ തന്നെയാണ് ഞാനും എന്ന് പറഞ്ഞിരുന്ന കുറേ ആൾക്കാരുടെ മെസ്സേജ്, കൂടുതലും ലേഡീസ് തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരുടെ മെസ്സേജുകൾ അവിടെ കണ്ടിരുന്നു. അവരോട് പറയാനായിട്ടുള്ള എന്ത് മെസ്സേജാണ് ടീച്ചറിനുള്ളത്? ആ മെസ്സേജിൽ തന്നെ ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം കിട്ടാത്തത് കൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റാഞ്ഞെന്ന്.
എനിക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിൽ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് കിട്ടിയത് കൊണ്ടാണ് ഞാനും പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും പുറത്തേക്ക് അറിയപ്പെടില്ലായിരുന്നു. പക്ഷെ ഞാനും പണ്ടൊക്കെ ആഗ്രഹിച്ചിരുന്നു എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ആവണം എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി ആവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹം അത് തീവ്രമാണെങ്കിൽ എന്തും നേടാൻ പറ്റും. അതിനൊരു വേദി ഈശ്വരനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. വെയിറ്റ് ചെയ്യാം. താങ്ക് യു. അതേപോലെ തന്നെ ഇപ്പം എങ്ങനെയാണ് എൻട്രിയിലെ മോണ്ടിസോറി കോഴ്സിലേക്ക് വന്നത്? അപ്പോൾ എൻട്രി മോണ്ടിസോറി കോഴ്സിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എൻട്രിയുടെ മോണ്ടിസറി കോഴ്സ് അറിഞ്ഞത് ഞാനൊരു ജനുവരി 11 ഫേസ്ബുക്ക് വെറുതെ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ തന്നെ വീട്ടിൽ ചെറുതായിട്ട് ട്യൂഷൻ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് വെറുതെ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. ഇതുപോലെ 2-3 ആപ്പിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരാൾ എന്നെ തിരിച്ചു വിളിച്ചില്ല. ഇതിൽ എന്നെ അരുൺ സാറ് 2-3 ദിവസം അടുപ്പിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ ക്ലിക്കാവുമല്ലോ എന്ന് തോന്നി, കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ സത്യസന്ധമായ ഒരു ആപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സാറിനെ കോൺടാക്ട് ചെയ്തു. സാർ എന്നെ വിളിച്ചു. പിന്നെ ഒരു സ്നിഗ്ധ മാം, ഒരു മാം, വേറൊരു മാമും കൂടെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. പേടിച്ചാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്ത് ചെയ്യും, ഇത്ര ലോങ് ടൈം ഞാൻ എടുത്തിട്ട് ഇനി എന്നെക്കൊണ്ട് സാധിക്കുമോ? ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവരോട് ഓപ്പണായിട്ട് സംസാരിച്ചു. എൻ്റെ സാമ്പത്തികം, എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് ഓപ്പണായിട്ടെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ 2 പേരുടെയും ഒരു സജഷൻ, ഞങ്ങൾ പറ്റിയൊരു മെൻറ്ററെ തരും, ഇത് കഴിഞ്ഞ് ജോലിയായി നിങ്ങൾക്ക് എവിടം വരെ എത്തുന്ന അവിടം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നൊരു വാക്ക് എനിക്ക് തന്നു. അതിന്ന് പിന്നോട്ട് പോവില്ല എന്ന്. പിന്നെ നെറ്റ് ഇഷ്യൂവിൻ്റെ പേരിലാണ് കുറച്ച് ഡിലേ വന്ന് എനിക്ക് കയറാൻ ബുദ്ധിമുട്ടായത്. പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ മെൻറ്ററെ കണ്ടുമുട്ടി, മെൻറ്ററെ വിളിച്ചു. അപ്പം എനിക്ക് ഉറപ്പായി എനിക്കിത് കിട്ടും, എനിക്ക് ജോലിക്ക് കയറാൻ. മെൻറ്ററായിട്ട് വന്നിരുന്നത് എൻ്റെ അനുഷമിസ്. അൻഷമിസ് തന്നെയാണ്. അൻഷമിസിനോട് ഒരു ചോദ്യം. അതായത് പല കുട്ടികളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു കേൾക്കുന്നതാണ്, ഞങ്ങളുടെ ഇഷ്ടം മെൻറ്ററാണ്. അപ്പോൾ കോൺവെക്കേഷൻ വന്ന സമയത്താണ് ശരി, കുട്ടികൾക്ക് പറഞ്ഞിട്ടും അവർക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ട് അവർക്ക് അങ്ങോട്ട് മതിയാവുന്നില്ല മിസ്സിന്. അപ്പോൾ ഈ പറയുന്നത് എന്ത് മാജിക്കാണ് അവിടെ കാണിക്കുന്നത്? മാജിക്, അങ്ങനെ ഒരു മാജിക്കൊന്നുമില്ല. അവരുടെ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാകും. ഓൾറെഡി നമുക്കറിയാം, ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞവരായിരിക്കും. ഒരു കരിയർ ഗ്യാപ്പൊക്കെ എടുത്ത് അവരുടെ ഒരു എഡ്യൂക്കേഷൻ അതൊക്കെ വിട്ടിട്ട് ഒരു ഫാമിലിയൊക്കെ ആയവരായിരിക്കാം. രണ്ടാമത് ഇതിലേക്ക് വരുന്നുണ്ടാവുക അവരുടെ ശരിക്കും ഒരു മോട്ടീവായിട്ട് തന്നെ അവർ എത്തിപ്പെടുക. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ അതിന് മാക്സിമം സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ അവർ പറയുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജെനുവിൻ കാര്യങ്ങൾ മൊത്തം ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഞാൻ വലിയൊരു മാജിക്കൊന്നും അവിടെ ചെയ്യാറില്ല. അപ്പം കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ എന്നാലും താരതമ്യേന കൂടുതൽ നിൽക്കുന്നത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വന്നിരിക്കുന്ന വീട്ടമ്മമാരാണല്ലോ. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്ന അവരുടെ ആശങ്കകൾ എന്താണ്? ആശങ്കകൾ കൂടുതലും കുറേ നാളെത്തി ഇങ്ങനെ വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ മക്കൾ തന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് സങ്കടം പറയാറുണ്ട്. ഞാൻ ഇതുവരെ അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ചു എന്നിട്ട് നീ എന്തായേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ വീട്ടിൽ മാത്രമേ ഇരിക്കുകയല്ലായിരുന്നോ എന്നൊരു ചോദ്യം അവർ കൂടുതലായിട്ട് ഫേസ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, എനിക്ക് എപ്പോഴെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആകണം, എപ്പോഴും പൈസ ചോദിക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വരുമ്പോൾ അവർക്ക് കുറേ ഫേസ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും വരാറ്. അപ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം. പിന്നെ ചിലവർ പോസിറ്റീവായിട്ടും പറയാറുണ്ട്, രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ജോലി വേണം. പിന്നെ മിക്ക കേസസും വരാറ് എബ്രോഡ്, ഹസ്ബൻഡ് എബ്രോഡിലായിരിക്കും, ഇവിടുന്ന് ആൾക്ക് പോകണമെങ്കിലും ആൾക്കൊരു ജോലി വേണം. ചിലപ്പോൾ അവർ PG കഴിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, പക്ഷെ അവർക്കൊരു ജോലി വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. സോ മോണ്ടിസോറി വളരെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതാണ് എബ്രോഡ് ഏരിയാസിൽ. സോ അതുകൊണ്ടും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കൺസേൺ വന്നിട്ടാണ് കൂടുതലും നമ്മുടെ അടുത്ത് വരാറ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിമി ടീച്ചറും എന്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ വന്നത്? ഞാൻ BCom കംപ്ലീറ്റഡ് ആക്കിയിട്ടുള്ളൂ, പാസ്റ്റ് അല്ല. അതൊരു ഭയങ്കര ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൽ വന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് അതാണ്, എന്ത് ചെയ്യും. കാരണം ഇംഗ്ലീഷ് ഒരു പ്രശ്നമാവും. നമ്മൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷൊക്കെ അന്ന്
കുഴപ്പമില്ല. പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നുല്ലോ, ആ ഗ്യാപ്പ് വല്ലാത്തൊരു ഗ്യാപ്പാണ്. അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിക്കുകയാണെങ്കിലും നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ് കേൾക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം ഒന്നും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് ഇരിക്കില്ല. കാരണം ഇത്ര ഗ്യാപ്പായല്ലോ. അപ്പം നമ്മളുടെ മനസ്സിൽ ഫുള്ളും ഫാമിലി, വീട്, കുട്ടി അങ്ങനെ തന്നെ വരുള്ളൂ. എത്ര ക്ലാസ് കണ്ടാലും ആദ്യം ഇതാണ് കയറി വരിക. അയ്യോ അവർ ഉണ്ണാൻ വരുമോ, അവർക്കത് ചെയ്യേണ്ട, അങ്ങനെയാണ്. അപ്പം നമ്മൾ കേട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്ട് എന്തായാലും ഒന്നും നേടാൻ പറ്റില്ല. ബുദ്ധിമുട്ടില്ല. എന്താ പറയുക, ഇപ്പോൾ ഞാൻ പാതി എൻട്രി പാതി എന്ന് പറഞ്ഞ മാതിരി. അതെ, തൃശ്ശൂര് ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, കണ്ടായിരുന്നോ? കണ്ടില്ല, മക്കള് കണ്ടു. അവര് സ്റ്റേറ്റ് കലോത്സവത്തിന് പോയപ്പോൾ കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം അതിന് മുമ്പായിട്ട് പല ആൾക്കാരും, ഈ ഇത്രയും ആൾക്കാർ വീഡിയോ കണ്ട ആൾക്കാരും ചിന്തിക്കുന്നൊരു ചോദ്യമാണ്, ആരാണിത്, എവിടെയാണ് ആള്, എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം അവർ ചോദ്യങ്ങളൊക്കെ പല ആൾക്കാരും കമൻറ്റുകളൊക്കെ ആയിട്ട് താഴെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. സ്വയം പരിചയപ്പെടുത്താൻ, ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ പടിയൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം ജനിച്ച നാട് ഇരിഞ്ഞാലക്കുട തന്നെയാണ്, ടൗണിൽ തന്നെയാണ്. അപ്പോൾ പഠിച്ചത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, +2 വരെ. ഡിഗ്രി ചെയ്തത് സെൻറ്റ് ജോസഫ് കോളേജിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഗ്യാപ്പെടുത്ത് പിന്നെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. മക്കൾ 2 പേര്, 2 പെൺകുട്ടികൾ. മൂത്താൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മതിലകം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. നന്നായി പഠിക്കുന്ന 2 മക്കളാണ് എനിക്ക് കിട്ടിയത്. എനിക്കിത് കോൺവെക്കേഷൻ വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ കൂടെ? ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. എന്നേക്കാൾ കൂടുതൽ അന്ന് അഭിമാനം കൊണ്ടത് അവരായിരിക്കാം. എൻ്റെ ആ ഒരു ഇപ്പോഴും ആ ഒരു വീഡിയോയിലെടുത്തേക്കുന്ന ഞാൻ വരുന്ന ഭാഗമൊക്കെ നടന്ന് കാണിക്കുക ആളുകളെ. അത്രയ്ക്കും അവർ ഭയങ്കര, കാരണം അവരാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ശരിക്കും അവരുടെ സങ്കടങ്ങളാണ്. ഇതിനു മുമ്പ് അപ്പം എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഇതിനു മുമ്പ് 37 വയസ്സായി എനിക്ക്. 43ഓളം ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനം ചെയ്തു വെച്ച് നിർത്തിയത് ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്കൂളിൽ കഞ്ഞി വെക്കുക എന്നുള്ളൊരു ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ജോബായിട്ടല്ല, എൻ്റെ അമ്മ അവിടെ കഞ്ഞി വെച്ചിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ കയറി ചെയ്യാന്നുള്ളൊരു ഇതിൽ പോയതാണ്. അവിടെ നിന്നാണ് ശരിക്കും ഞാനൊരു വെല്ലുവിളി പോലെ ഒരു സംഭവം വെറുതെ പറഞ്ഞതാ. അത് എന്തോ ദൈവം അതെനിക്ക് അനുഗ്രഹിച്ച് വിട്ടു. ഞാനൊരു ടീച്ചർ ഇങ്ങനെ നിന്നപ്പം തമാശയോടെ ചോദിച്ചതാവാം, എവിടെയെങ്കിലും വീട്ടുജോലിക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. അതിലുപരി എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ അമ്മയുടെ ആ ഒരു ജോലി തന്നെ ചെയ്യാൻ വന്ന് നിൽക്കുമ്പോൾ ലൈഫിലൊന്നും ആയില്ല എന്നുള്ളൊരു തോന്നൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത്രയും പോലും എഡ്യൂക്കേഷൻ ഇല്ലാത്ത എൻ്റെ കൂട്ടുകാരികൾ വരെ പല ജോലിയിലും കയറി നല്ല ടീച്ചറായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മ ചോദിച്ചു, എന്ത് കാര്യം ഉണ്ടായി നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട്, ഇത്രയൊക്കെയല്ലേ നിനക്ക് പറ്റുള്ളൂ, ഇപ്പോഴും ഞാൻ നിൽക്കുന്നിടത്ത് നീ തന്നെ വന്ന് നിൽക്കണത് എന്ന് ചോദിച്ചു. അല്ലാതെ നിൻ്റെ അത്രയും പോലും ഇല്ലാത്ത കുട്ടികൾ ടീച്ചറായില്ലോ എന്ന് ചോദിച്ചു. അതെനിക്ക് സ്ട്രഗിൾ ചെയ്തു. എൻ്റെ അമ്മ അങ്ങനെ അത്രയും സങ്കടത്തോടെ എന്നെ ചോദിക്കുമ്പോൾ എനിക്കതിനൊരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. അന്ന് തുടങ്ങി ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി, എവിടെ കയറിയാൽ എനിക്ക് ടീച്ചറാവാൻ പറ്റും എന്നുള്ളത്. ട്യൂഷൻ സെൻറ്റർ ഇടാൻ പറ്റും, പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് കൂടാത്ത കാര്യങ്ങളാണ്. ഞാനപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ, എന്നെ അറിയാവുന്ന ടീച്ചറുണ്ട് അവിടെ പഠിപ്പിച്ച ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എന്നോട് ഈ ചോദിച്ച ടീച്ചർക്ക് നാളെ ഞാനൊരു മറുപടി തരും. അത് ഞാൻ ടീച്ചറായിട്ട് വന്നിട്ട് തന്നെയായിരിക്കും ഞാൻ ആ ഉത്തരം തരാൻ പോകുന്നത്. ആരും ഇതായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ മീൻകാരനാണ്, മോനും മീൻകാരനാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അത് മകൻ തീരുമാനിക്കണം എനിക്ക് എവിടെ എത്തണം എന്നുള്ളത്. അപ്പം എൻ്റെ ഒരാഗ്രഹം എനിക്ക് കളക്ടർ ആവണം എന്നായിരുന്നു, പക്ഷെ എനിക്കാവാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കോഴ്സ് എടുത്ത് ടീച്ചറായത്. ഇപ്പം ഞാൻ ടീച്ചറാണ്, ടീച്ചറെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ ആരെങ്കിലും എടുത്ത് കാണിക്കുമ്പോൾ എൻ്റെ മോള് ടീച്ചറാണെന്ന് പറയുമ്പോൾ കിട്ടുന്നത് ഒരു വലിയൊരു അഭിമാനം. അച്ഛൻ നോക്കാണ്ട് അമ്മ വളർത്തിയെടുത്തതാണ് എന്നെ, എൻ്റെ ആങ്ങളെയും. അപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ എന്താവണമെന്നായിരുന്നു ആഗ്രഹം? പഠിച്ചിരുന്ന സമയത്ത് സത്യമായിട്ടും കളക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അത് ഞാൻ എൻ്റെ മക്കളിലൂടെ സാധിക്കും. എൻ്റെ മൂത്ത മോള് ഇപ്പോൾ IAS കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരു എക്സാം എഴുതിയിട്ട് അങ്ങനെ ഡയറക്റ്റ് കിട്ടിയതാണ്. അതിലൂടെ അവൾ ചെയ്യാം. അവൾ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹം അമ്മ സാധിച്ചു തന്ന പോലെ അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. കാരണം
നമ്മളുടെ ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിക്കാനായിട്ട് പറ്റേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരട്ടെ, ഇത് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരാം. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്തും ഇംഗ്ലീഷ് ഒരു വില്ലനാണോ? ഇംഗ്ലീഷ് എൻ്റെ ലൈഫിൽ എനിക്ക് വില്ലൻ തന്നെയായിരുന്നു. പക്ഷേ ആയിരുന്നു വെച്ചാൽ എൻ്റെ മക്കളെ രണ്ടുപേരും ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ അൻപൂർവ്വം കൊണ്ടുപോയി ചേർത്തത്. അപ്പോൾ അവരെന്നെ കുറച്ച് സഹായിച്ചു. പിന്നെ എന്നാലും പിള്ളേർ പഠിപ്പിച്ച് തരുമ്പോൾ നമുക്കൊരു ചമ്മലല്ലേ, എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ എൻട്രിയിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അറ്റൻഡ് ചെയ്തവർക്ക്, അതായത് പലർക്കും നെറ്റ് ഇഷ്യൂസിൻ്റെ ഒക്കെ കാരണം കയറാൻ പറ്റാതെ നമ്മൾ കയറി കുത്തിയിരുന്ന് കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല അല്ലേ എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഞാനും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. പിന്നെ ക്ലാസ്സിൽ നമ്മളങ്ങനെ ഫുള്ളായിട്ട് മലയാളം യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും കുട്ടികളോട് വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ പരമാവധി ഇംഗ്ലീഷല്ലേ യൂസ് ചെയ്യുന്നു. അപ്പം അതുപോലെ തന്നെ കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മുടെ കരിക്കുലത്തിനകത്ത് പറയുമ്പോഴും കൂടുതൽ മറ്റ് 4 ടോപ്പിക്കുകളാണ് ഏറ്റവും മെയിനായിട്ട് സംസാരിക്കാറുള്ളത്. ഇംഗ്ലീഷ് അതിനകത്തില്ല. അപ്പം നമ്മളിപ്പോൾ എന്താണ് അവിടെ ഇവരുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്? നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ കോഴ്സിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ബ്രേക്ക് എടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊരു പ്രോബ്ലം ആവും. നമ്മൾക്ക് ചുമ്മാ ഒരു കുട്ടീനെ പഠിപ്പിച്ചിറക്കി വിടുക എന്നുള്ള ലക്ഷ്യമല്ല എൻട്രീൻ്റെ ടീം വിചാരിക്കുന്ന. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി കിട്ടണം, അവർ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിലൂടെ മാറ്റങ്ങൾ വേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഡെമോ പ്രസൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒരു 6 monthsനുള്ളിൽ ഒരു 3-4 ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഒരു ഡെമോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് യൂസ് ചെയ്യേണ്ട വേർഡ്സുകൾ, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അതിനെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ട്രെയിനിങ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കുട്ടികളിൽ നിന്നാണ് ഓരോന്ന് നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേക്കൻസികൾ 75ഓളം ആൾക്കാർ ഇവിടെ ജോലിയിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വേക്കൻസികൾ ഇപ്പോൾ എൻട്രി ആണോ ഇത് കൊടുത്തിരിക്കുന്നത്? എൻട്രിക്കിൻ്റെ അകത്ത് ഒരു 70% ഇതുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 months ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു വേക്കൻസി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുട്ടികളെ എല്ലാവരെയും ചേർത്തു. എന്നിട്ട് അതിൽ നമ്മൾ ജെന്യുവനായിട്ട് വരുന്ന വേക്കൻസീസ് ഒക്കെ നമ്മൾ അതിൽ ആ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെയാണ് കുട്ടികൾ അപ്ലൈ ചെയ്യാറ്. ഞാൻ പറയാറുണ്ട്, അങ്ങനെ നോക്കണ്ട, നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ പാഴാക്കരുത്, അതിന് അപ്ലൈ ചെയ്യണം. ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് നല്ലൊരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ സക്സസ് ആയിട്ട് ജോബ് പ്ലേസ്ഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴാണെങ്കിലും നമ്മൾ പുതിയ വേക്കൻസീസ് വരുന്ന ഇടാറുണ്ട്. കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ടോ നമുക്കിങ്ങനെ ടീച്ചേഴ്സ് ഉണ്ടോ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിൽപ്പുണ്ടോ എന്നുള്ളത്? ഇപ്പോൾ കുറേ സ്ഥാപനങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അതിലും ജെനുവൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് സാർ അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര വറീഡായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം എങ്ങനെയാണ് അത്ര ഒരു കോൺഫിഡൻറ്റ് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയത്? അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി തന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇറക്കി വിടുക. അപ്പോൾ പിന്നെ നമുക്ക് ആ പേടിയിട്ടൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വരാറില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ കുറേ ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ നമ്മളെ ചെയ്യിച്ചിട്ട് തന്നെയാണ് ഇവർ വിടുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട ഒരു കാരണവശാലും. എൻട്രിയിൽ വന്ന ആരും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോണ്ടി വരില്ല. അത് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷിൽ കുറേ സംസാരിക്കേണ്ടി വരുമോ, കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് പല ആസ്പിരൻസ് സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. എന്താണ് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയായിരുന്നു ടീച്ചറിന് അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങൾ? എനിക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നും അവരെന്നോട് ചോദിച്ചില്ല. കാരണം ഓൾറെഡി എൻ്റെ ഈ ഇവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മളോട് അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യിച്ചത് 2 ക്ലാസ് അവരെടുപ്പിച്ചു. ആ ക്ലാസ് എടുത്തിട്ട്
കുട്ടികൾക്ക് എന്നോടുള്ള റെസ്പോൺസ് കണ്ടിട്ടാണ് മിസ് എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തത് മെയിനായിട്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്. അല്ലാതെ മറ്റുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെ ഭയങ്കരമായ ക്വസ്റ്റ്യനിങ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ, അത് തന്നെ എനിക്ക് കിട്ടി. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ അത്രയും വലിയ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ പോയി ക്ലാസ് എടുത്തതും. കുഞ്ഞുങ്ങളത് നേരിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു? അതെ അതെ, നേരിട്ട് തന്നെ എടുക്കുകയാണ്. ഫസ്റ്റ് റൈം ചെയ്യിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കുറച്ച് പോർഷൻസ് അന്നത്തെ ദിവസം എൻ്റെ ഭാഗ്യം കൊണ്ട് അന്നത്തെ അവരുടെ ക്ലാസ് ടീച്ചർ ലീവ് ആയിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ തന്നെ ഡയറക്ടറിനെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിച്ചപ്പോൾ മിസ്സിന് ഇഷ്ടമായി, പിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായി. ഓക്കെ. നമ്മൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന അതേ സ്കൂളിൽ, ഇപ്പം അമ്മ ജോലി ചെയ്തിരുന്ന അതേ സ്കൂളിൽ തന്നെയാണോ അതോ വേറെ സ്കൂളാണോ? വേറൊരു സ്കൂളിലാണ്, നാട്ടിൽ തന്നെയുള്ളൊരു ചെറിയ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ക്ലാസ് എടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നോട് ചോദിച്ചു, ടീച്ചറെ നാളെ വരുമോ? നാളെ വരാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഓക്കെ. അത് കുഞ്ഞുങ്ങളുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളാണെല്ലാം. കുഞ്ഞുങ്ങളെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാർത്ത് പുറത്തേക്ക് വിടുന്നത്. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു ഇവിടെ വന്നപ്പോൾ. അത് ഫസ്റ്റ് വർക്ക്ഷോപ്പ് എൻട്രിയുടെ അറ്റൻഡ് ചെയ്താലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇവിടെ വന്ന് ഞങ്ങളൊക്കെ അമ്മമാരായിട്ട് വലിയ ബിൽഡപ്പൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഷറഫുദ്ദീൻ സാറും ഞങ്ങളുടെ അനുഷ മിസ്സും ഞങ്ങളെ ഇവിടെ ഇട്ട് കുഞ്ഞുങ്ങളാക്കി എടുത്തു. പണ്ടത്തെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തി. പിന്നെ സകലമാന നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു നാണം, ചമ്മൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെയായി. മിസ് എന്ത് പറയുന്നു, മിസ്സിൻ്റെ വായന എന്തെങ്കിലും വീഴാൻ കാത്തു നിൽക്കും അതെങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മിസ് എന്ത് പറഞ്ഞാലും, ഇപ്പം ഏതുറക്കത്തിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ അനുഷ മിസ് എന്ത് പറഞ്ഞാലും അത് ചെയ്തിരിക്കും. നാളേക്കെന്നൊരു ഓപ്ഷൻ ഇല്ല. ഞങ്ങളുടെ ബാച്ചിൽ ആർക്കും ഉണ്ടായിരുന്നില്ല മിസ് എന്താ ഇന്ന് പറയാന്നുള്ള ചോദ്യമായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും ഓരോരുത്തരുടെ ഇപ്പം ഞങ്ങളുടെ തന്നെ ബാച്ചിലെ അത്രയും കുട്ടികളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പം എനിക്ക് മാത്രമല്ല, ഞാനൊരാൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേർ. ഞാനിപ്പോൾ ഒരു 2 വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നിരിക്കേണ്ടി വന്നത്. പക്ഷേ അതല്ലാതെ തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാ സ്റ്റുഡൻസും 1 by 1 എടുത്ത് നോക്കിയാലും ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രത്യേകത അവർക്ക് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇല്ല എന്നാരും പറയില്ല. പിന്നെ സാധാരണ ആപ്പ് വിചാരിക്കുന്ന പോലെ ഓടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആപ്പല്ലേ കയറി പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നല്ല എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കവർ ചെയ്ത് തന്നെ നമുക്ക് ചെന്നാൽ തന്നെ കിട്ടുള്ളൂ. അത് വിചാരിച്ച് പേടിക്കേണ്ട, പക്ഷെ നമുക്ക് വിശ്വസിച്ച് കൈപിടിക്കാം. ഓക്കെ. പഠിച്ചു തുടങ്ങിയ സമയത്ത് ഭയങ്കര ടഫായിട്ട് തോന്നിയോ നമ്മുടെ ഇവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ടിങ് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കേട്ട് പിന്നെ നമ്മളെപ്പോൾ വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും മിസ്സായാലും ഇപ്പോൾ നമുക്കല്ലാണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും ഒരു പ്രശ്നം പഠിക്കണതും അല്ലെങ്കിൽ മറ്റുള്ള അത് കിട്ടുമോ എന്നുള്ളതും ഒന്നല്ല. കാശടച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പലർക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എന്താവും. പിന്നെ നമ്മൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇത്ര ദിവസം നോക്കിയില്ലെങ്കിൽ ഒരു കട്ടാവുന്ന ഒരു സിസ്റ്റമൊക്കെ വരും. ആ സമയത്ത് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നമ്മൾ എപ്പോൾ എൻട്രിയിൽ എനി ടൈം ഏതൊരു ചേട്ടനെ ആയാലും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. പിന്നെ പറയാവുന്നൊരു ഉത്തരമില്ല, ജസ്റ്റ് മിനിറ്റ്, അതിനുള്ളിൽ നമുക്ക് ആൻസർ വന്നിട്ടുണ്ടാവും. അതാണ് എൻട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇതിന് മുന്നേ വേറൊരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ കോഴ്സ് പഠിക്കാൻ വേണ്ടി. പക്ഷെ അവർ നമ്മളടുത്ത് നമ്മളോട് ഇങ്ങോട്ടുണ്ടായിരുന്ന റെസ്പോൺസ് വളരെ മോശമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എൻട്രി ഈസ് വെരി ബെസ്റ്റ്. താങ്ക് യു.